ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് ഇന്നെന്താ സംഭവിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് നോക്കി, അതുപോലെ തന്നെ നാളത്തേക്കുള്ള പ്ലാനും നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ രാവിലെ മുതൽ നമുക്കൊരു ഇത് ഫുള്ളൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ ആദ്യം തന്നെ. ഓക്കെ, സോ നമുക്ക് ഇന്നലെ ഉണ്ടായ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെല്ലിംഗ് റേഞ്ചാണെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് വെച്ചത്. സെല്ലിങ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന റേഞ്ചും ഏകദേശം ഒരു 15 മുതൽ ആ ഒരു റേഞ്ചാണ്. അതുപോലെ തന്നെ 500 റേഞ്ചും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഇനീഷ്യൽ സെല്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇനീഷ്യലി ആദ്യത്തെ ഒരു ട്രേഡ് നമുക്ക് 500 എടുക്കാനും അതുപോലെ അത് ചെറുതായിട്ടൊന്ന് ഒരു 10 പോയിൻറ്റ്സിൻ്റെ കവറിങ്ങിന് തന്നെ നമ്മളെടുത്ത് മാറി. ബട്ട് അത് ആ ഒരു ട്രെൻഡ് കുറച്ച് നേരം ആ സ്ലോലി നിന്നതിന് ശേഷം ഒരു US മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വലിയൊരു ഡ്രോപ്പ് വന്നതിന് ശേഷം ലിക്വിഡിറ്റി എടുത്ത് വീണ്ടും തിരിച്ചു കയറുകയാണ് ചെയ്തത്. ഇതിൻ്റെ മൊമെൻറ്റത്തിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് വന്നേക്കുന്ന ഗോൾഡിൻ്റെ നമ്മളുടെ US ഇറാൻ ട്രൂസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോസ് റീഓപ്പൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്നാണ് മാർക്കറ്റ് പെട്ടെന്നുള്ളൊരു പുഷ് അപ്പ് വന്നതും ഓയിൽ പെട്ടെന്നുള്ളൊരു ഡ്രോപ്പും വന്നതും. ഓയിൽ ഓൾമോസ്റ്റ് 96 വരെ താഴേക്ക് പോയിരുന്നു 103 അവിടെ നിന്ന് വീണ്ടും ഇപ്പോൾ സ്റ്റേബിളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഏകദേശം 5% ഡൗൺ വന്ന് ഒരു 4% ഡൗണിൽ തന്നെയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഗോൾഡിൽ നമുക്ക് ഇനി എന്താണ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളെന്നൊന്ന് നോക്കാം. നാളത്തെ മാർക്കറ്റും തിരിച്ച് ഓപ്പി ആയിരിക്കും, അതുപോലെ തന്നെ സൈഡ് വൈസ് പോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. സൈഡ് വൈസ് ആണെങ്കിലും നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റിനെ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇനീഷ്യലി ഈ ഒരു റേഞ്ച് നല്ല രീതിയിലൊരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷമാണ് മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോയിരിക്കുന്നത്. അപ്പോൾ എക്സ്പെക്റ്റിംഗ് ദിസ് റേഞ്ച് ടു ഹോൾഡ് അപ്പ്. അതിന് മുന്നേ നമുക്ക് ഞാൻ യൂഷ്വലി നോക്കുന്ന 1-2 കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഇനിയും ക്ലോസ് ചെയ്യാൻ വേണ്ടി കുറച്ചധികം നേരമുണ്ട്. ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ ഇനി ഏകദേശം ഒരു 2.5 മണിക്കൂർ കൂടിയുണ്ട് ഇന്ന് മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നോട്ട് മച്ച് ഓഫ് എ ബിഗ് മൂവ് ഫ്രം ഹിയർ. FOMCൻ്റെ മിനിറ്റ്സ് കഴിഞ്ഞെങ്കിലും ഓൾറെഡി അത് മാർക്കറ്റ് സ്റ്റേബിളായി കഴിഞ്ഞുകൊണ്ട് തന്നെ കൂടുതലൊരു മൊമെൻ്റം ഒന്നും ഉണ്ടായിരുന്നില്ല FOMC മിനിറ്റ്സ് കഴിഞ്ഞിട്ടും. FOMC മിനിറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും നാളത്തേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഈ ഒരു റേഞ്ചാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ നോക്കുന്നത് ഇന്നെന്താണ് സംഭവിച്ചതെന്നുള്ളതാണ്. അപ്പോൾ ക്ലിയർലി ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഒരു ഹോൾഡ് ചെയ്യുന്നുണ്ട് സെല്ലേഴ്സ്. നല്ല രീതിയിൽ ഈ ഒരു റേഞ്ച് എത്തിയപ്പോഴാണ് അവർക്കൊന്ന് ഒരു ഹോൾഡ് കിട്ടിയത്. ഈ ഇനീഷ്യലുള്ള ലെവൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. 1 മിനിറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് തന്നത്. ആ താഴേന്ന് കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ 89 ചെറിയ ഗ്യാപ്പൊക്കെ തന്നായിരുന്നു ഇടയിൽ വെച്ച്. ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു ബയ്യിങ് മൊമെൻറ്റുമാണ് തന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബയ്യേഴ്സിനെ ടേക്ക് ഡൗൺ ചെയ്യാൻ തന്നെ നല്ല പാടായിരിക്കും. നമ്മൾ അത് കഴിഞ്ഞും രണ്ടാമത് നമ്മളൊരു സെല്ലിങ് നോക്കിയായിരുന്നു. ഇവിടെ നിന്ന് ഒരു സെല്ലിങ് അതിൻ്റെ TP ആയിട്ട് നമ്മൾ നോക്കിയത് ഈ ഒരു പോയിൻ്റാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊരു 23 വരെ വന്നിട്ട് പിന്നെ അത് SL എടുത്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ മാക്സിമം നമ്മൾ സ്കാൽപ്പിങ്ങിന് പോകാൻ നേരത്ത് ഒരു 5 പോയിൻറ്റ്സ് ഒക്കെ കിട്ടാൻ നേരത്ത് എന്ത് ചെയ്യുക, SL കൊണ്ടുവന്ന് നമ്മൾ കോസ്റ്റിൽ വെക്കാൻ നോക്കാം കേട്ടോ. അതെപ്പോഴും ചിന്തിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്നാണെങ്കിലും അതെപ്പോഴും ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് നാളെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന റേഞ്ച് എന്താണെന്ന് കേട്ടോ. അതിന് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിന് മുന്നത്തെ ദിവസം എങ്ങനെയാണ് നമുക്ക് മൂവ് തന്നതെന്ന് നോക്കാം. ഓക്കെ, ഈ മുന്നത്തെ ദിവസത്തെ അതേ റേഞ്ചിലാണ് ഇപ്പോൾ വന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഹൈ എവിടെ വരെ പോയി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഹൈ പോയേക്കുന്ന റീജിയനാണ്. കഴിഞ്ഞ ദിവസവും ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടി നിന്നേച്ചൊരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് പിന്നെ ഒരു ഫോള് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മാർക്കറ്റ് ഇന്നത്തെ ന്യൂസിൻ്റെ പുറത്താണ് ഇത് കയറിയേക്കുന്നത്. നാളെ ആ ന്യൂസ് ഇല്ലെങ്കിൽ അത് വീണ്ടും തിരിച്ച് താഴേക്ക് വരാനുള്ള ചാൻസും ഉണ്ട്. തിരിച്ച് കയറിയേക്കുന്ന സ്ഥലം നല്ലൊരു സ്പോട്ട് കൂടി ആയതുകൊണ്ട് റിവേഴ്സൽ വരുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്നൊരു സ്വിംഗ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. റിവേഴ്സൽ സ്റ്റാർട്ട് ചെയ്തെന്ന് ഉറപ്പാക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് 490 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണം. 600 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് ഒരു ക്ലോസിങ് ഒരു ദിവസം കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് സ്വിങ്ങിന് പോവാം. ഇത് സ്വിങ്ങിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്കൊരു SL വെച്ച് മാക്സിമം നമുക്ക് പോകാവുന്നത് നല്ലൊരു 1:2 റേഷ്യോയിലെങ്കിലും കിട്ടേണ്ടതാണ്
ഈ ട്രേഡ്. അപ്പോൾ സ്വിംഗ് ട്രേഡ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാവുന്നതാണ്. നമുക്ക് നല്ലൊരു പോയിന്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 150 അപ്സൈഡും പിന്നെ ഈ ദിവസത്തെ ക്ലോസിങ് ഇത് ഹൈ ബ്രേക്ക് ചെയ്തേക്കുന്നതിൻ്റെ ലോ ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതിയാവും. ഓക്കെ, അങ്ങനെയാണ് നമുക്കിപ്പോൾ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. അതനുസരിച്ച് നമുക്ക് നോക്കാവുന്നതാണ്. അത് കമ്മിങ് ഡേയ്സിൽ നമുക്ക് സ്വിംഗ് ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് എവിടെയാണ് നാളെ ഇനി എക്സ്പെക്റ്റ് ചെയ്യാവുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. നാളത്തെ മാർക്കറ്റും ട്രെൻഡിങ് തന്നെ ആവാനാണ് സാധ്യത. ട്രെൻഡിങ് ആവുന്നതിന് മുന്നേ എവിടെ നിന്നാണ് നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി? നാളെ ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നേരെ അപ്സൈഡ് തന്നെ പോകാനാണെങ്കിൽ ഇവിടെ നിന്ന് അപ്സൈഡ് പോകുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഇതാണ്. അതുപോലെ ഇതുമാണ് 64-73 ഒക്കെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു റേഞ്ച് ഇപ്പോഴും മറന്നിട്ടില്ല. ഇതും 604 ഒക്കെ ഇപ്പോഴും വാലിഡ് ആയിരിക്കും. അവിടെയുള്ള സെല്ലേഴ്സിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ റേഞ്ച് മറന്നു പോകേണ്ടാരും. അത് മാർക്ക് ചെയ്ത് വെക്കുക. അതിൽ വീണ്ടും വരാൻ നേരത്ത് ക്വിക്കായിട്ടുള്ളൊരു അപ്സൈഡ് ആണെങ്കിൽ പോലും ക്വിക്കായിട്ടുള്ളൊരു സ്കാൽപ്പ് സെല്ലെങ്കിലും കിട്ടേണ്ടതാണ്. ഇനി ഫസ്റ്റ് ടൈം ഇതിപ്പോൾ നോക്കാൻ നേരത്ത് നമ്മൾ നാളെ നോക്കാൻ നേരത്ത് ഈ ഒരു റേഞ്ചിൽ നിന്ന് റിജക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. റിജക്ഷൻ വന്നതിന് ശേഷം ഈ ഒരു റേഞ്ചിലോട്ട് വീണ്ടും തിരിച്ചു വരുന്നുണ്ടെങ്കിൽ, അതായത് 15 മുതൽ 20 വരെയുള്ള റേഞ്ചിലോട്ട് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ പ്ലാൻ ചെയ്യാവുന്നതാണ്. നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഏഷ്യൻ സെഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിന് പ്ലാൻ ചെയ്താൽ നോക്കിയാൽ മതി. ഓക്കെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ ഒരു മൊമെൻറ്റം വെച്ച് നോക്കാൻ നേരത്ത് പോസിറ്റീവായിട്ടുള്ളത് തന്നെയായിരിക്കും നാളെയും കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത. ബട്ട് ലിമിറ്റഡ് ആയിട്ടുള്ളൊരു അപ്സൈഡ് ആയിരിക്കും. 600-നെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അപ്സൈഡ് ആയിരിക്കും. എനിവേസ് നമുക്ക് നാളെ നല്ലൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതനുസരിച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് അല്ലെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.